ടെസ്റ്റ് ട്യൂബ് ബേബി ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആൾക്കാരുടെ ചോദ്യമാണ്, ഡോക്ടർ ഇതിന്റെ സക്സസ് 100% ഉണ്ടാവും? ഇതൊരു എക്സ്പെൻസീവ് ചികിത്സയാണ്, വളരെ പ്രതീക്ഷകളുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഒരു ചികിത്സ ചെയ്യുമ്പോൾ ആസ് എ ഡോക്ടർ നമ്മൾ എപ്പോഴും അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ്. നല്ല നമ്പർ ഓഫ് കേസസ് ചെയ്യുന്ന സെന്ററിൽ ഒരു വർഷത്തെ ശരാശരി റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി അറൌണ്ട് 60 to 65 ഓർ മാക്സിമം 70%. ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് പറയുന്ന ട്രീറ്റ്മെന്റിലോട്ട് പോകുമ്പോൾ നമ്മൾ പല കാരണങ്ങളും സത്യം പറഞ്ഞാൽ മനസ്സിലാക്കപ്പെടുകയാണ്. നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ കാണുന്ന ഈ ഒരു ഫോളിക്കൽ, നമ്മൾ അണ്ടോ എന്ന് പറയുന്ന ഈ ഫോളിക്കലിനകത്ത് അണ്ടങ്ങൾ ഉണ്ടോ എന്ന് പോലും നമുക്കറിയാവും. ഈ അണ്ടത്തിന്റെ ക്വാളിറ്റിയെ പറ്റി നമുക്കറിയില്ല. ഈ അണ്ടം പുരുഷ ബീജമായിട്ട് യുണൈറ്റ് ചെയ്യുമോ നമുക്കറിയില്ല. ഇതിൽ നിന്നുള്ള ഭ്രൂണത്തിന് ക്വാളിറ്റി ഉണ്ടോ നമുക്കറിയില്ല. അതൊക്കെ ആയിക്കോട്ടെ, ഈ ഭ്രൂണ യൂട്രസ് പിടിക്കുമോ? അപ്പൊ പല കാര്യങ്ങളുടെയും വ്യക്തത കിട്ടുന്നത് നമ്മളൊരു IVF ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴാണ്. ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പേ അതിന്റെ സക്സസ് നിർണ്ണയിക്കപ്പെടുന്നത് ബാലിശമല്ലേ. അതുകൊണ്ട് ഒരിക്കലും 100% എന്നുള്ളൊരു ഔട്ട്കം എക്സ്പെക്ടേഷനോടെ ഒരിക്കലും IVF-നെ സമീപിക്കാതിരിക്കുക. നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തു, കൂടുതൽ എംബ്രിയോസ് ഫ്രീസ് ചെയ്യാനൊന്നും കിട്ടിയില്ല, പക്ഷേ പരാജിതമായി. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ വീണ്ടും ഒരു അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം വന്ന മിസ്റ്റേക്സ് അല്ലെങ്കിൽ ആദ്യം കണ്ട പരാജയ സാധ്യതകൾ മാറ്റാനുള്ള ഒരു ശ്രമം നടത്തിയതിനു ശേഷം മാത്രമേ അടുത്ത അറ്റംപ്റ്റിലേക്ക് പോകാവുള്ളൂ. നമുക്കിപ്പോൾ ഒരു IVF ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ ആ പേഷ്യൻ്റ്, അത് നമ്മുടെ ഇവിടെ ചെയ്താവാം, വെളിയിൽ ചെയ്താവാം, അവരെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് വിളിക്കും. അവരുടെ റെക്കോർഡ്സ് പ്രോപ്പർലി നമ്മൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ എന്താ കാരണമെന്ന് നമുക്ക് ഒരു പരിധിവരെ മനസ്സിലാക്കാൻ പറ്റും. ആ കാരണത്തിന് ഒരു വ്യക്തമായ പരിഹാരക്രിയ ചെയ്തതിന് ശേഷം ഒരു സ്റ്റെപ്പ് കൂടെ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റും. ഈ IVF-ന്റെ ഫെയിലിയർ ആകുമ്പോഴത്തേന് നമ്മൾ ഒന്ന് റിവേർട്ട് പോകുമല്ലോ. അത് നമ്മൾ പണ്ട് മോഹൻലാലിൻ്റെ പുലിമുരുകൻ സിനിമയിൽ പറയുന്ന പോലെ പുലി പതുങ്ങുന്നത് കുതിക്കാനാണ്. അതായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്.